ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തില്ലേ, അത് ആ ക്രോസായിട്ട് അങ്ങനെയുള്ളത് ഒന്ന് ലെവലാക്കി, അതായത് ഒരു സ്ക്വയർ ആ ഒരു ഇത് കണ്ടില്ലേ, അതേപോലെ ലെവലാക്കി കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അത് കെട്ടിയിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലെവലാക്കുക. ലെവലാക്കിയതിന് ശേഷം അത് ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അടിക്കുക. ഇത് ഞാൻ ഒത്തിരി ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സ്പീഡ് കൂട്ടിയ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയിട്ട് ചെയ്യുക. അതെന്ന് വെച്ചാൽ ബിഗിനേഴ്സ്, അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഞാൻ ആ ബാക്കിൽ അടിക്കേണ്ടതും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് മടക്കി അതിൻ്റെ ഒരു സൈഡ് അടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ നല്ല സൈഡും നമ്മൾ വെട്ടിയെടുത്ത നെക്കിൻ്റെ നല്ല സൈഡും കൂടി വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മൾ റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ്. അഥവാ ഇച്ചിരിയൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ലെവലാക്കി അടിക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് അടിക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ആ ഏറ്റവും എഡ്ജില്ലേ അറ്റത്തൂടി ഒരടിപ്പ് അടിക്കുക. അതിന് ശേഷം നമ്മളൊരു ആ പ്രഷർ ഫുട്ടിൻ്റെ പല്ലില്ലേ അതിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചും ഒരു അടിയും കൂടി കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് അടിക്കണം. ബാക്ക് ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ഇൻവിസിബിൾ ആയിട്ടാണ് അടിക്കുന്നത്. അത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മളിങ്ങനെ ചെറുതായിട്ട് മടക്കി അടിക്കുകയാണ്. നോക്കണം, ശ്രദ്ധിച്ച് പയ്യെ പയ്യെ അത് മടക്കി അടിക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല സൈഡും നെക്കിൻ്റെ നല്ല വശവും ആയിട്ട് വെച്ച് ടാക്ക് മീൻസ് കെട്ടിട്ടിട്ട് നമ്മൾ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഇതായിട്ട് തള്ളി നിൽപ്പുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് മാറ്റി ലെവലാക്കി അടിച്ചു. അതിൻ്റെയും ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ, അതായത് ഈ ബാക്ക് പീസിൻ്റെ നല്ല സൈഡിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡ്, അതായത് ഷോൾഡർ, അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പീസിൻ്റെ നല്ല സൈഡ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇത് നോക്കിക്കും. ബാക്ക് പീസിൻ്റെ നല്ല സൈഡ് തുറന്ന് വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല സൈഡ് അതിൻ്റെ ഉള്ളിലോട്ടാക്കി കവർ ചെയ്തിട്ട് കെട്ടിട്ടിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു 2 അടിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 അടിപ്പ് അടിച്ചെടുക്കുകയാണ്. എന്നിട്ടിത് നമ്മൾ ആ നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റി, കണ്ടില്ലേ, ഇൻവിസിബിളായിട്ട് ഷോൾഡർ കിട്ടും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ബാക്ക് നെക്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കെട്ടിയിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ച് നമ്മൾ കട്ടിട്ടുകൊണ്ട് നല്ല ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിലൊരു ഓപ്പൺ കൊടുക്കുന്നില്ലേ, അപ്പോൾ ആ ഓപ്പണിൻ്റെ ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ കറക്റ്റ് അറിയാം അതിൻ്റെ സെൻറ്റർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എത്ര ഇഞ്ചിലാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അതിൻ്റെ ആ പീസ്, അപ്പോൾ ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് അവിടെ ഒരു കെട്ടിട്ടതിന് ശേഷം അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ സെൻറ്ററിൽ വന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ആ പീസ് ഒന്ന് തിരിച്ചെടുത്ത് ലെവലാക്കി വെച്ച് മറ്റേ സൈഡും കൂടി ഉള്ളിലോട്ടാക്കിയിട്ട് കെട്ടിയിട്ട് അടിച്ചിറക്കുക. എന്നിട്ട് നമ്മൾ ആ നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റി സെൻറ്ററിൽ കട്ടിടണം. ആ സെൻറ്റർ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ട് മാർക്കുകളൊക്കെ കൊടുക്കണം. അതിനുശേഷം അത് നമ്മൾ തിരിച്ചിടുക എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ലോണം അങ്ങനെ തന്നെ കവർ ചെയ്ത് മടക്കി എടുത്ത് അത് ഒന്ന് ടാക്ക് ചെയ്യുന്നു കറക്റ്റായിട്ട്. എന്നിട്ട് ആ സെൻറ്ററിൽ പിടിച്ച് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ അടിച്ച് അവിടെ കുത്തി നിർത്തി വീണ്ടും തിരിച്ചെടുത്ത് അവിടെ ലെവലാക്കി എല്ലാം ഓക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കെട്ടിയിട്ട് അടിച്ചിറക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അവിടെ ഒരു ഹുക്കും, ആ ഹുക്ക് ഇടാനുള്ള ആ ഒരു ഐ ഇല്ലേ, ആ ഐ എന്താ പറയുന്നതെന്ന് അറിയില്ല,
അതും കൂടി നമ്മൾ പിന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലീവ് അടിക്കണം. നമ്മൾ ആ ക്രോസ് പീസ് വെച്ച് സ്ലീവ് അടിക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് വെച്ച് നമ്മൾ ആ സ്ലീവിൻ്റെ അത് അടിച്ച് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിച്ച് ഇറക്കിയതിന് ശേഷം നമ്മൾ അതിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. കട്ടുകൾ ഇട്ടിട്ട് നമ്മളത് അതായത് നല്ല വശവും വെച്ചതിന് ശേഷം അടിച്ചിട്ട് നമ്മൾ ആ കട്ടൊക്കെ ഇട്ടിട്ട് തിരിച്ചകത്തോട്ടാണ് വെച്ചടിക്കുന്നത്. അതായത് ചീത്തവശത്തേക്ക് വെച്ചാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് ലെവലിലൊക്കെ നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മളത് എത്രയും നീറ്റായിട്ട് ചെയ്യാമോ അത്രയും നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തൊട്ടേ എന്തെങ്കിലും തെറ്റ് വന്നാലും അപ്പം തന്നെ അഴിച്ച് റെഡിയാക്കി ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ സ്ലീവിൻ്റെ കണ്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് സൈഡ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത കറക്റ്റായിട്ട് ആ മാർക്കിൽ കൂടി തന്നെ അടിച്ച് താഴെ വരെ, അതായത് നമ്മൾ ഒരു വേസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വീതി കുറഞ്ഞ് വന്ന് അങ്ങനെ വേണം അടിക്കാനായിട്ട്. എന്നിട്ട് ഞാനൊരു 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്ത് അത് ഇതാക്കുന്നുണ്ട്, അടിച്ചിറക്കി. ഇനി നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡും ഞാൻ മാർക്ക് ചെയ്ത് അത് ഞാൻ കാണിക്കുന്നില്ല, അങ്ങനെ അടിക്കുന്നു. അടിച്ചതിന് ശേഷം ഞാൻ ബോട്ടം സൈഡ് അടിഭാഗം ഇങ്ങനെ ചെറുതായിട്ട് മടക്കി അടിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കി ഫുൾ അടിക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്നുകൂടി മടക്കി അടിക്കുക. ഇത് കോട്ടൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ നമ്മൾ മടക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പം ഞാനും അത്ര എക്സ്പേർട്ട് ആളല്ല. എന്തെങ്കിലും കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവർ പറഞ്ഞു തരണം. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.